Welcome to Garam Masala, the magic spices of cooking. ചെറുപഴം ഉണ്ണിയപ്പം. ഇന്ന് നമുക്ക് ചെറുപഴം ഉപയോഗിച്ച് എങ്ങനെ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് നല്ലൊരു സ്നാക്കാണ്. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി കഴുകിയെടുക്കാം. അതിനുശേഷം 2-3 മണിക്കൂർ ഇതിനെ കുതിർത്തിയെടുക്കണം. ഇനി നമുക്കിതിനെ മിക്സിയുടെ ഒരു ജാറിലോട്ട് മാറ്റാം. ഇതിനെ നമുക്ക് അരച്ചെടുക്കണം. ശർക്കര പാനി ഉപയോഗിച്ചാണ് ഞാൻ ഇതിനെ അരച്ചെടുക്കുന്നത്. വെള്ളം അധികമാകാതിരിക്കാൻ വേണ്ടിയാണ് ശർക്കര പാനി ഒഴിച്ച് അരച്ചെടുക്കുന്നത്. ശർക്കര പാനി തയ്യാറാക്കുന്നതിന് വേണ്ടി 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ശർക്കരയെ മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ശർക്കരയെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി അരച്ചെടുക്കാം. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു വെസലിലോട്ട് ഒഴിക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ചെറുപഴമാണ്. ഞാനിവിടെ 1/2 കിലോ ചെറുപഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പത്തിന് ചെറുപഴത്തിൻ്റെ നല്ല സ്മെല്ലും ടേസ്റ്റും വരണം. അതിനു വേണ്ടിയാണ് 1/2 കിലോ ചെറുപഴം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച ഏലക്കയാണിത്. ഇതിനെ കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ല മയത്തിൽ വേണം ചെറുപഴത്തെ കൂടെ അരച്ചെടുക്കാൻ. നമുക്കിതിനെ കൂടെ വെസലിലോട്ട് ഒഴിക്കാം. ഈ അരിയുടെയും ചെറുപഴത്തിനെയുമെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ചെറുപഴം ചേർത്തപ്പോൾ ബാറ്റർ കുറച്ച് ലൂസായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിലോട്ട് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ മൈദ കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് സോഫ്റ്റ് ആകുവാൻ വേണ്ടി കൂടെയാണിത്. നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ പരുവം. ഇനി ഇതിനെ നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുവാൻ വേണ്ടി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വീതം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പം പാൻ ഉപയോഗിച്ചും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചെറുപഴം ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.